ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും മലയാളി ക്രീപ്പർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഫാം സീരീസ് എന്ന് പറയുന്ന ഒരു വേറെ സംഭവം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ 1.20 ഒരു അയൺ ഫാം ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക. ഇവിടെ കേവും അതൊന്നും പാടില്ല, കാരണം കേവൊക്കെ ഉണ്ടെങ്കിൽ അയൺ ഗോളം ചിലപ്പോൾ കേവിലൊക്കെ സ്പോണാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 7x7 പ്ലാറ്റ്ഫോം എടുക്കാം. 1 2 3 4 5 6. അപ്പം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ 2 ബ്ലോക്കും കൂടി ഇത് താഴത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ താഴത്തേക്ക് ഒരു 6 ബ്ലോക്ക് കുഴി എടുക്കണം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. പിന്നെ അതൊന്ന് ഓരോ ബ്ലോക്ക് വിട്ടിട്ട് 5x5 കുഴി എടുക്കണം. ഇത് ഫുള്ള് 6 ബ്ലോക്ക് അടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ബ്ലോക്ക് എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് 5 ബ്ലോക്കും കൂടി താഴത്തേക്ക് എടുക്കാം. അങ്ങനെ ആ പണി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് 1 2 3 ബ്ലോക്ക്, പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു ബ്ലോക്ക് വിട്ടിട്ട് 6 ബ്ലോക്ക് താഴത്തേക്ക് എടുത്ത് 1 2 3 4 5 6. ഇനി ചെയ്യേണ്ടത് നമുക്കിവിടെ ബെഡ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിന് ആദ്യം നമ്മൾ ഇവിടെ നടുക്കത്തിയിൽ സാധനം ഇട്ടിട്ട് വേറെ ഇട്ടിട്ട് ബാക്കി എല്ലാവരും നമ്മൾ അങ്ങനെ ഓരോ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്കിൻ്റെ ഫുള്ള് മുകളിൽ ബെഡ് വെച്ച് കൊടുക്കണം. ഇതിനകത്ത് ഒന്നിനും നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. റീസ്പോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വില്ലേജർമാർ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ അടിയിലത്തെ ബ്ലോക്കുകളെല്ലാം പൊളിച്ചു കൊടുക്കുക. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അടിയിൽ ബെഡ് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യുക. ഈ ബെഡ് പൊട്ടാണ്ട് നോക്കിയും കണ്ടും വേണം നമ്മളത് ചെയ്യാൻ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. നാളെ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾക്ക് ഒരെണ്ണം വേണമല്ലോ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫുള്ള് കവർ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നടുക്ക് ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക, ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക, ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക, ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക, ഇവിടെ ബ്ലോക്ക് വയ്ക്കുക. സെറ്റായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സെൻറ്ററത്തെ ബ്ലോക്കിൽ ഒരു ടോർച്ച് വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇവിടെ സോംബി സ്പോണായിട്ട് വില്ലേജേഴ്സിനെ ഫുള്ള് കൊല്ലും. പിന്നെ നമ്മളിവിടെ ഫുള്ളി ഫ്ലക്റ്റിംഗ് ടേബിൾ വെച്ച് കൊടുക്കുക. ഫ്ലക്റ്റിംഗ് ടേബിൾ വെക്കണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുള്ള് വർക്കായിരിക്കും. രാത്രി ഒന്നും ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നില്ല. രാത്രി ഇവർ ഫുള്ള് വർക്കായിരിക്കും. പക്ഷെ ജാവ എഡിഷനിൽ അങ്ങനെയല്ല. ഫ്ലക്റ്റിംഗ് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ വർക്കാവില്ല. അപ്പോൾ പോക്കറ്റ് എഡിഷന് വേണ്ടി ഇത്രയും ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിവിടെ 20 വില്ലേജേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ 20 വില്ലേജേഴ്സിനെ ഇവിടെ നിന്ന് സ്പോൺ ചെയ്യട്ടെ. ഇവിടെ 20 വില്ലേജറിനെ അങ്ങനെ സ്പോണാക്കിയിട്ടുണ്ട്. ഇവിടെ 2 കൊണ്ടുവന്നിട്ട് ഫുഡ് കൊടുത്ത് ബ്രീഡ് ചെയ്യിച്ചാലും മതി. പിന്നെ നമുക്ക് ഇത് ഫുള്ള് മുൾഭാഗം ഫുള്ള് കവർ ചെയ്യാം. ഈ പ്ലാറ്റ്ഫോം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു 3 ബ്ലോക്ക് വയ്ക്കുക. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് 3 ബ്ലോക്ക് വയ്ക്കുക. അതേപോലെ തന്നെ ഇങ്ങോട്ട് 3 ബ്ലോക്ക് വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നേരെ ഈ 3 ബ്ലോക്കിൽ തന്നെ ഇത് വന്നേക്കും. അപ്പോൾ ഇവിടെ വേണം നമുക്ക് നമ്മുടെ ഈ അയൺ കുളത്തിനെ കൊല്ലാനുള്ള സംഭവം ഉണ്ടാക്കാൻ. ഇവിടെ ഒരു സൈൻ ബോർഡ് വയ്ക്കുക, ഇവിടെ ഒരു സൈൻ ബോർഡ് വയ്ക്കുക, എന്നിട്ട് ഇതിൻ്റെ അടിയിലൊരു സൈൻ ബോർഡ് വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാവ ഒഴിച്ച് കൊടുക്കാം. ലാവ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിന്നോളും.
നമുക്ക് കില്ലിംഗ് ചേമ്പർ ഉണ്ടാക്കാം. ഇവിടെ ചെസ്റ്റ് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഓപ്റ്റി സിസ്റ്റം ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ എന്തായാലും അയൺ കോളം ഫാം എന്തായാലും സെറ്റായിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്പോൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അയൺ കോളമൊക്കെ. ഇപ്പോൾ 2 കോളം കണ്ടു വന്ന് ചത്തിട്ടുണ്ട്. നമുക്ക് ലൂട്ടുണ്ടെങ്കിൽ നോക്കാം. പൊളിഞ്ഞ 9 അയണായി. അപ്പോൾ എന്തായാലും ഇത് സക്സസ്ഫുള്ളി വർക്കിംഗ് ആണ് ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫാമുകൾ പിന്തുടരും. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏത് ഫാമാണെന്ന്. തീർച്ചയായിട്ടും ആ ഫാം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.